ഇന്ന് നമുക്കൊരു വാൾ ഡെക്കർ ഉണ്ടാക്കിയെടുത്താലോ? അതിന് വേണ്ടിയിട്ട് ഇവിടെ വേണ്ടത് ഒരു കാർഡ്ബോർഡിൻ്റെ ഫ്രെയിമാണ്. അപ്പോൾ കാർഡ്ബോർഡ് വെച്ചിട്ട് ഉണ്ടാക്കിയ ഫ്രെയിമാണ് കേട്ടോ ഇത്. സിമ്പിളാണ്. ഒരു കാർഡ്ബോർഡ് എടുക്കുക, ഫ്രെയിമിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചു കൊടുക്കുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇതിന് മൊത്തമായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ജൂട്ട് വെച്ചിട്ട് ഒന്ന് മൊത്തമായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. മൊത്തമായിട്ട് കവർ ചെയ്യേണ്ട, ഒരു സൈഡ് ഒഴിച്ച് വിട്ടിട്ട് ബാക്കിയുള്ള 3 സൈഡും കവർ ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ സംഭവം സിമ്പിളല്ല കേട്ടോ. കുറേ സമയത്തിൻ്റെ പരിശ്രമത്തിന് ശേഷമാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോം ബ്ലോക്കാണ്. അപ്പോൾ ഈ ഒരു സംഭവം കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോഴുള്ള ആ ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. നല്ല സോഫ്റ്റ് ബ്രെഡൊക്കെ കട്ട് ചെയ്യുന്ന ഒരു ഫീലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഫോം ബ്ലോക്ക് ഇതിന് ത്രെഡ് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ്. കുറച്ച് ടൈറ്റിൽ കെട്ടിക്കൊടുക്കണം. എങ്ങനെയാണെങ്കിൽ നല്ല വൃത്തിക്ക് നിൽക്കും. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് മൊത്തമായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ട്. അങ്ങനെ നമ്മുടെ സംഭവം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ലേസ് വെച്ചിട്ട് ഇതേപോലെ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു പേപ്പറിൽ ഞാൻ ഹോം എന്ന് എഴുതിയിട്ട് അതും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഡബിൾ ടാപ്പ് വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു റോപ്പാണ്. ആ റോപ്പ് വെച്ചിട്ട് നമുക്ക് ബാക്കിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ.